നമ്മുടെ HDQ എന്ന ചാനലിലത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ് സുമിലി. ഇതില് എനിക്ക് തോന്നുന്നു നമ്മള് ലൈറ്റ് ബൾബ് ആദ്യം എടുക്കണമെന്ന്. ഒരു ലൈറ്റ് ബൾബ് എടുത്തു. ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. അവിടെ കാണിക്കണ്ടേ 2 എണ്ണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കണ്ടേ. അപ്പൊ ഓരോന്നും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താ ആ സാധനം? എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കൂടെ നോക്കുമ്പോ നമ്മൾക്ക് വഴിയും ലിവറും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്താ ലിവർ? ഓക്കെ, നമുക്ക് ആ വഴി പോയി നോക്കാം. എന്റെ മോനെ, ഈ ഗെയിമിന്റെ റിയലിസ്റ്റിക് കൊള്ളാം. ഇനി നമുക്ക് ഇതിലുള്ള നമ്മളിപ്പോ സൂലെത്തി. അപ്പൊ നമുക്ക് ഇനി അവിടത്തുള്ള കാര്യങ്ങൾ നോക്കിയാലോ? ഇതില് നോക്കുമ്പോ ഇതിന്റെ ടൈറ്റിലൊന്നും കാണാനില്ലല്ലോ. എന്താണാവോ? ആദ്യ പച്ചളൊരു സാധനം എന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ കൊറേ ലൈറ്റ് ബൾബ് നമുക്ക് ശേഖരിച്ച് വെക്കാം. എങ്ങാനും വല്ല ജീവികള് ചാടി വരാണെങ്കിൽ നമുക്ക് എന്റെ മുന്നേ ആന്തിച്ച സാധനം. എന്റെ മുന്നേ അത് നമുക്ക് ഇത് വെച്ച് കൊല്ലാൻ പറ്റുമോ? അയ്യോ, അതിനെ കൊല്ലാൻ പറ്റില്ല. സേഫ്റ്റി സോണാ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിന്നാ നമുക്കൊന്നും പറ്റില്ല. ആ പച്ച കളർ സാധനം എന്തിച്ചാന്ന് നമുക്ക് നോക്കാം. ഇത് ഇച്ചിരി ടാസ്ക് പിടിച്ച കാര്യ കാരണം അത് കിട്ടി. ഇനി ഇതില് ഈ ഗെയിമില് കുറച്ച് ഇതൊക്കെ ജംഗ്ലി പോലൊരു സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതെന്ത് എക്സ്? എനിക്ക് തോന്നുന്നു അവിടെ നിക്കണം എന്നാണ്. അതന്നെ കീ ഷാർട്ട്സാ. നമ്മളിനി ഇതുപോലത്തെ 20 എണ്ണം കണ്ടുപിടിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് പോലത്തെ സാധനം ഈ കീ ഷാർട്ട്സ് ആണ്. എന്തേലും നമുക്ക് ഓടി പോയിട്ട് ഇവിടെ ഒരെണ്ണുണ്ട്, വേഗം ഓടിക്കോ. എത്തി. നമ്മൾക്ക് ലൈറ്റാണ് ഇതിൽ ശേഖരിച്ച് വെക്കണ്ടേ. 1 യൂസ് പോലെ കാരണം നമ്മളിവിടെ കൊറേ ഇങ്ങനെ കൊറേ ക്ഷമിക്കട്ടില്ല. കൊള്ളാലോ, ഇൻവിസിബിളൊക്കെ. എന്റെ മോനെ, ഇത് ഇവിടെ വീട് ഇൻവിസിബിൾ. ഈ ഗെയിം കൊള്ളാലോ. ഇത് നമ്മള് വീണ്ടും താഴ്ത്തണോ? അതന്നെ. ഇനി നമ്മൾ എക്സിറ്റ് അവിടെ നിൽക്കുന്നത് വീണ്ടും നമ്മൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നു. ഓക്കെ, ഇത് കുറച്ച് ഇതിന് സ്കില്ല് പിടിച്ച ഗെയിമായി കാരണം നമ്മൾക്ക് കുറച്ച് പാടായിരുന്നു. ഓരോ ലക്കിലാണ് നമ്മളിങ്ങനെ അറ്റത്തായിട്ട് നമ്മൾ ഓടി പോണേ. എന്തായാലും 20 കീ ഷാർട്ട്സ് കണ്ടുപിടിച്ചിട്ടെങ്കിൽ തോന്നാ 20 കീ ഷാർട്ട്സ് കണ്ടുപിടിക്കേണ്ടതാ. വലിയ ഡോർ തുറക്കാനാന്ന് തോന്നണേ. 2 എണ്ണായി. ഇനി അതുപോലത്തെ ഇനി 20 എണ്ണം കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോ ഓക്കെ. അപ്പൊ നമ്മൾക്കിനി അടുത്ത കീ ഷാർട്ട് കണ്ടുപിടിക്കാം. ചിരിക്കണം സാധനം ഒന്നും ഇല്ലല്ലോ. ഓട്. ഇത് കൊള്ള. മേലേന്നൊക്കെ പറിച്ചെടുക്കാൻ പറ്റിയത്. അപ്പൊ നമ്മൾക്ക് മേലേന്ന് പറിച്ചെടുത്തോണ്ടിരിക്ക. അപ്പൊ സെറ്റായി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലെ ആൾക്കാർക്ക് ബ്ലൈൻഡ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ, കൊല്ലാൻ പറ്റില്ല. അത് ചെറിയൊരു പ്രശ്നമായി പോയി. എന്തായാലും ഇതുപോലെ ലൈറ്റ് ബൾബ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് കളിക്കാൻ പറ്റുന്നതുകൊണ്ട്. കുന്ത്രണ്ട സാധനം അവിടെ നിക്കണ്ടല്ലോ. ഓരോ കഷ്ടങ്ങള് ദേ വരണ്. ഇനി ഒരു ലൈറ്റ് ബൾബ് വേസ്റ്റ് ആക്കണല്ലോ. ഇവരൊക്കെ എപ്പോഴും ചാടി വരാലോ ഇരറ്റങ്ങളൊക്കെ. ഇവർക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ? കണ്ടിട്ട് സൂ കീപ്പർ പോലെ ഉണ്ട്. ഇയാള് പിന്നെ എതിരെ നിക്കണം ഇവിടെ. ചിരി കേൾക്കുമ്പോ ദേഷ്യം വരണേ. ഇനി ഇതുപോലത്തെ 20 എണ്ണം കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയി പോയി. ഇത് പിന്നെ കൊരങ്ങന്മാരുടെ പോലത്തെ ജിമ്മ് പോലത്തെ സാധനമായ കാരണം ഐഡിയക്കാളും കഷ്ടമായി പോയി. ഇവിടുത്തെ ആനിമൽസിന് എന്താ അറിയില്ല, ഭയങ്കര ചിരി ഫേസാ. നമ്മള് ഇതുപോലെ കടിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇൻഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ചിരിക്കേണ്ടി വരുമല്ലോ. അവസ്ഥ ആലോചിക്കും ഇത്. എന്റെ മോനെ, നമുക്ക് ഇനി ഇതും കൂടി പറിച്ചെടുത്തിട്ട് ഇനി ഇതെന്താ 3 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു 3 സ്ഥലത്തേക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എന്നാ. അതന്നെ. അപ്പൊ നമുക്കത് ഇതിലുണ്ടോ നോക്കാം നമുക്ക്. ഇതിൽ തന്നെ. അപ്പൊ നമ്മൾ ഇതിൽ കറക്റ്റ് എണ്ണത്തിൽ നിക്കണം. അപ്പൊ നമുക്ക് ഇനി ഇൻവിസിബിൾ ആയിട്ടുള്ളത് കാണാൻ നല്ല രസാ. ആരും കുഴപ്പമില്ല. ഇനി നമുക്കിത് വീണ്ടും കിടന്ന് താഴ്ത്തി വീണ്ടും മേലേക്ക് ചാടി പോണം. അങ്ങനെ
ഇതുപോലെ ചാടി ചാടി എത്തിയിട്ട് കുറെ നേരമായി. ഭയങ്കര പസിൽ പിടിച്ച ഗെയിമായ കാരണം അതിനേക്കാളും നല്ല രസമായി പോയി. ഇവിടെ നിന്ന് അങ്ങനെ താഴെ വീണ പിന്നെ ഫുള്ള് ആകെ ചമ്മി പോയ അവസ്ഥയായിരിക്കും. നമുക്ക് പെട്ടെന്ന് പോവാം. മൂന്നാമത്തെ കിട്ടി. ഇനി നമ്മൾക്ക് ഇതുപോലത്തെ 20 എണ്ണം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും ഏതോ മലേന്റെ പൊക്കത്തുള്ള സ്ഥലത്താണ് ഇനി വീണ്ടും പോവാൻ. അപ്പൊ നമുക്ക് നമുക്ക് മാമനെ ബ്ലൈൻഡ് ആക്കിയിട്ട് ഓടിപ്പോവാ. നമുക്ക് അയാളെ പിന്നിൽ വരണ്ട പോയി ഇല്ല, ആള് പോയി. അപ്പൊ നമുക്ക് ഇനി അവിടത്തെയും കൂടി കീഷാർഡ് നമുക്ക് എടുക്കാൻ നോക്കാം. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി ഏത് ഹൊറർ ഗെയിം ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഇവിടൊക്കെ ഈ സ്ഥലം ഉണ്ടാ? ഇതെന്താ ഇവിടെ വെള്ളാലോ? അതെന്താ ജീവി? നമുക്കിവിടെ കീ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ ജീവി അടുത്ത് വരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓട്ടേക്കൂടെ വരുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ ആ ജീവി നമ്മൾ ഓടിപ്പിക്കാൻ വരുമ്പോ നമ്മൾ ആ ഓട്ടയിൽ ഒളിച്ചിരിക്കണം എന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ കീ ലോക്ക് തുറക്കാനുള്ളതാ. നാലാമത്തെ കീഷാർഡ്. എന്റെ പൊന്നെ, നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരാള് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അയാളെ ബ്ലൈൻഡ് ആക്കിയിട്ട് നമുക്ക് ഓടി പോവാം. അപ്പൊ ഇനി 4-ാമത്തെയായി. ഇനിയും കൊറേ എടുക്കാനുണ്ട്. ഇവര് കുറച്ചുകൂടി പസിൽഡ് ആയിട്ടുള്ള സ്ഥലങ്ങള്. ഇവിടുത്തെ ആനിമൽസ് എന്താ ഇങ്ങനെ ഭയങ്കര ഒരു മ്യൂട്ടേറ്റ് പോലെ ഇരിക്കണേ, കാണുമ്പോ തന്നെ എന്തോ പോലെ. വീണ്ടും ഇനി ഇയാളും കൂടി വീണ്ടും ബ്ലൈൻഡ് ആക്കിയിട്ട് നമ്മൾക്ക് വീണ്ടും ഓടി പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഓടിപ്പോയിട്ട് അടുത്ത കീഷാർഡ് എടുക്കാനുള്ള വഴി നോക്കാം. അപ്പൊ ഇയാള് ഭയങ്കര സ്പീഡിലാണ് ഓടണേ. എന്റെ പൊന്നെ, നമ്മുടെ ബൾബാണെങ്കിൽ തീർന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇയാളാണെങ്കിൽ കട്ടയ്ക്ക് അങ്ങോട്ട് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഇനി നമ്മള് എന്തായാലും സേഫ് സോണിലെത്തി. ഓക്കെ, ആളുടെ അഗ്ലി ഫേസ്. ഇതിന് ആനയാ? ആന എപ്പോഴും ഇങ്ങനെയായ? ആനനെ കാണാൻ ഒരു ജാതി സോംബി ലുക്കായി. അപ്പൊ നമ്മൾക്ക് ഇതെന്തിച്ച സംഭവം? നമ്മൾ ആനേനെ ഇവിടുന്ന് ലോക്കാക്കിയിട്ട് നമ്മൾ ഓടി പോവല്ലേ. അപ്പൊ നമ്മള് ഈ സൈഡിൽ കൂടെ ഈ ഗേറ്റും കൂടി തുറക്കണം. അപ്പോഴേക്കും ആന പിന്നിൽ വരും നമ്മുടെ. അതന്നെ, എന്നുവെച്ചാ പോപ്പി പ്ലേറ്റായിലത്തെ ഹഗ്ഗി ഇത്. അതൊക്കെ. അപ്പൊ നമുക്ക് ഈ വലിയ മ്യൂസിക് കൂടെ നോക്കിയിട്ട് നമ്മുടെ കീഷാർഡ്സ് തപ്പാം. ആന നമ്മളെ പിന്നാലിട്ട് ബാക്കി ആൾക്കാരെ പോലെ ഓടിപ്പിക്കാനുള്ളതെന്ന് തോന്നുന്നു. ഈ ഗേറ്റുള്ള കാരണം നമുക്ക് പിന്നെയും പ്രശ്നമില്ല. പക്ഷെ ഈ വഴിയൊക്കെ നമ്മള് പെട്ടെന്ന് കിട്ടി മറന്നു. ഓക്കെ, 5-ാമത്തെ കീഷാർഡായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും എന്നാണ് വിഷയം. ഞാനെന്റെ കുറച്ച് ഫാസ്റ്റാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടാം. അതാണെങ്കിൽ കുറെ നേരം എടുത്തു, എനിക്ക് ചെയ്യാൻ കുറച്ച് നേരം എടുത്തു. അങ്ങനെ നമ്മൾക്ക് ഇത് കഴിഞ്ഞു. എന്താ നോക്കണേ? കിട്ടില്ല. ഓക്കെ, വാ നമുക്ക് ഓടി പോവാം. ഇവിടുത്തെ ജീവികൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഒന്നല്ലെങ്കിൽ വലുത്, ഒന്നല്ലെങ്കിൽ ഒരു ചളി മോന്ത. രണ്ടിതൊന്നെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഇനി അടുത്ത കീഷാർഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് ഓടി എന്നങ്ങനെ എത്താണെന്നുണ്ടെങ്കിൽ അതെ അവിടെ പറഞ്ഞിരിക്കണ്ട. അപ്പൊ നമുക്ക് കാട്ടിന്റെ ഉള്ളിക്കൂടെ ഉള്ളത് പോവാം. വല്ല ജീവികൾ പിടിക്കുമെന്നാണ് ഇവിടുത്തെ വിഷയം. ഇനി അങ്ങനെ നമ്മൾ ചത്ത കീഷാർഡ് പോവോ? ഇതെന്തൊരു പൈപ്പ്. നമുക്ക് ഈ പൈപ്പിനെ ഫോളോ ചെയ്ത് പോയി നോക്കാം. ഇതങ്ങോട്ടോ ഒരു വഴിക്കൂടെയാണ് പോണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കാം. അതന്നെ. അപ്പൊ ഇവിടെ ഒരു ചാവി ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പൈപ്പിൽ കൂടെ വീണ്ടും പോണെന്നാണ്. നമ്മളിനി ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് അവിടെ അടുത്തുണ്ട് തോന്നുന്നു. നമുക്ക് വേഗം ചെന്ന് എടുക്കാം. ഇതന്നെ. അപ്പൊ നമുക്ക് ആ കീ ഇവിടെ എവിടെയെങ്കിലും യൂസ് ചെയ്യേണ്ടത് തോന്നുന്നു. അതന്നെ. അപ്പൊ നമുക്ക് ഇത് തുറന്നിട്ട് ഇപ്പൊ നമുക്ക് 6 കീ ഷാർട്സ് ആയി. അപ്പൊ നമുക്കിനി അവിടത്തെ ഉള്ള 2 എണ്ണം കൂടി എടുക്കാം. ഇനി വീടും കാടും വഴിച്ചിട്ട് നമ്മൾ പോകുന്നു. ഇവിടെ എന്താ സംഭവം? ഇതിന്റെ ഉള്ളിലാണോ ഇനി?
അല്ല ഇതിന്റെ പുറത്താന്ന്. എന്തായാലും നമുക്ക് ഇനി അവിടേക്ക് പോയി നോക്കാം. ഇവിടെ വഴിയൊന്നും കാണാനില്ലല്ലോ. അതെ. ഓ എന്റെ മോനെ, ഈ ഗെയിം ചീഫ് കൊറേ നേരം എടുക്കുക ചെയ്യാൻ. ഇതെന്താ സ്വിമ്മിങ് പൂളാ? എനിക്ക് തോന്നുന്നു ഫിഷ് ടാങ്ക് ആണ്, ഭയങ്കര വലിയ ഫിഷ് ടാങ്ക്. അവിടെ എന്തിച്ചാ ജീവി? നമുക്ക് അതിന്റെ അടുത്ത് പോയി നോക്കാം. നമുക്ക് ആ ജീവി എന്നാലും എന്തിച്ചാ കാണാൻ ഒരു മെർമെയ്ഡോ സീല് പോലെ അങ്ങോട്ടുണ്ട്. ആ ജീവിന്റെ അടുത്ത് നമുക്കിനി ഓടി ചെല്ല് നോക്കാം. ഇവിടെ കുറെ മീനുകളൊക്കെ ഉണ്ട്. എന്റെ മോൻ, എന്റെ മോൻ എന്തിച്ചത് ഗോൾഡൻ ഫിഷാ. എന്തായാലും നല്ല വലിപ്പുണ്ട് ആ സാധനത്തിന്. നമുക്കിനി ഇവിടെ മറ്റേ ആനേന്റെ പോലെ വലിയൊരു ടണല് പോലെ സംഭവം അല്ല. ഇനി ഇവിടെ നിന്ന് കൺഫ്യൂഷനായ പണിയാവും. ഇവിടെ നിന്ന് നമ്മളിനി ഇതെന്താ സ്ഥലം? ഇവിടെ ഫുള്ള് മീനുകളും മറ്റേതൊക്കെയാണ്. ഇവിടെ കീ ഷാർട്സ് ഉണ്ടെന്ന് കാണിക്കണേ. അപ്പൊ നമ്മള് അതെ കിട്ടി, 7ാമത്തെ കീ ഷാർഡ് അങ്ങനെ ആയി. അതെ, ആ മെർമെയ്ഡ് പോലത്തെ സാധനം എന്നാലും എന്തിച്ചാണാവോ. നമുക്കിത് വേഗം ഇതിന്ന് ഇറങ്ങി പോവാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കീ ഷാർട്സും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൂടി പോവാം. എന്നാലും മീനെ കാണുന്നൊരു വലുപ്പല്ലേ. ഇത്രയും വലിയ സാധനം ഞാൻ കണ്ടിട്ടില്ല. മേലെ അവിടെ ഒരു ഇതുണ്ടെന്നോണ്ട് കീ ഷാർഡ്. അപ്പൊ നമ്മൾക്ക് അവിടേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ സേഫ് സോൺ ഉണ്ടാ. ഇതെല്ലാം നല്ലതാ. ഇനി നമുക്ക് ഈ വലിയ സ്റ്റെപ്പ് ഇങ്ങനെ കേറി പോണം. നമ്മള് ഏറ്റവും മേലെത്തി. അമ്മാല ജീവിന്റെ സൈസ് ഭയങ്കര വലുതാ. എന്താ ചെയ്ത് എലിവേറ്റർ പോലെ അല്ല ഇതിപ്പോ. എന്തായാലും നമ്മൾക്ക് മറ്റേതിൽ ചാടി പോവാം. ഇനി നമ്മൾക്ക് ഇതുപോലെ തന്നെ കിടന്ന് കറങ്ങി തിരിഞ്ഞ് വലിഞ്ഞൊക്കെ നടക്കേണ്ടി വരുന്നോണ്ട് പിന്നെ നമ്മളിതിൽ ഓരോ ഇതിൽ ഞെക്കി ഞെക്കി ഞെക്കി. എന്റെ മോനെ, നമ്മളടുത്തെത്താറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ലാസ്റ്റ് എന്നാലും മീനിന്റെ വലിപ്പം കാണാൻ. ഇത് ഗോൾഡൻ ഫിഷ് ആണോ അതോ മെർമെയ്ഡ് ആണോ ഒന്നും തിരിയണല്ല. ഇനി നമുക്ക് ഇതിൽ കൂടെ കൂടി പോവാം. അതെ, അവിടെ കിടക്കുന്ന സാധനം ഇത്ര ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് പോകണം. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് കൂടെ കീ ഷാർട്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ഡോർ പെട്ടെന്ന് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തിച്ചാന്ന് കാണണം. ഇത് കുറെ വലിഞ്ഞ് തിരിഞ്ഞ് പോകേണ്ട അവസ്ഥയായില്ല. നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് 1 മിനിറ്റ്. അപ്പൊ നമ്മൾ കീ വഴി കൂടെ ഇങ്ങനെ പോകണം. ഫുള്ള് ടാസ്കാലോ. ഇവിടെ നിന്ന് എങ്ങാനും ഒരു ജമ്പ് എങ്ങാനും തെറ്റിപ്പോയാ നമ്മളാ മറ്റേ മെർമെയ്ഡ് പോലത്തെ സാധനത്തിന്റെ ആ വായിലിരിക്കും നമ്മളിനി. അത് കാരണം നമ്മൾക്ക് സൂക്ഷിച്ചിങ്ങനെ ഇതായി പോണം. ഇനി അവിടെ നിന്ന് എങ്ങാനും വീണ് ഇത് ഫുള്ള് വീണ്ടും ചെയ്യണതിന്റെ അവസ്ഥ ആലോചിക്കുമ്പോ തന്നെ ഒരു ഇതാണ്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് തീർക്കാം. നമ്മളിപ്പോ അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 8 എണ്ണായി. അപ്പൊ നമുക്ക് താഴെ ചെന്നിട്ട് നമ്മുടെ സൂവിന്റെ പോലത്തെ സ്ഥലത്ത് എന്റെ അതന്നെ ആ മോൺസ്റ്ററെ നമ്മളെ പെട്ടെന്ന് കൊല്ലും. എന്റെ പൊന്നെ, മോൺസ്റ്ററുടെ വായ കണ്ടപ്പൻ എന്റെ കിളി പോയി. എന്റെ മോനെ, ഇതുപോലത്തെ സൂ ഒരു സയന്റിസ്റ്റ് ലാബാണതോ സൂ മ്യൂട്ടേറ്റ് ആയി പോയതാണോ ഒന്നും തിരിയണല്ല. എന്തായാലും നമുക്ക് ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട സാധനല്ലേ ആണെന്ന് വാനി നമ്മൾക്ക് തിരിച്ച് ഈ സ്ഥലത്തും കൂടി പോയിട്ട് 20 എണ്ണം ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കുറെ കണ്ടുപിടിക്കാൻ ലൈറ്റ് ബൾബാണ് ആദ്യം ശേഖരിച്ചേക്കേണ്ടത്. അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സാധനം. അപ്പൊ നമുക്ക് ഇനി 2 എണ്ണം കൂടി എടുത്തിട്ട് പോവാം. ഇനി അതുപോലെ 20 എണ്ണം വീഡിയോ ടാസ്ക് ഇട്ട് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോ തന്നെ ഇത് എന്തായാലും ഈ ക്യാമറ പോലത്തെ സാധനമുള്ള കാര്യം നല്ലതാ. എന്തിച്ചത് എന്തിച്ചത് കൊരങ്ങനാണോ ചിമ്പാൻസി പോലത്തെ സാധനം? ഇതിന് ലോക്ക് ഉണ്ടാ. അപ്പൊ നമുക്ക് കീ കൊരങ്ങന്റെ മേലാണ് കീ. അപ്പൊ നമുക്ക് കീ ബാഗ് എടുത്തിട്ട് നമുക്കത് തുറക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇനി
9ാമത്തെ കീഷാട് എടുത്തു നമ്മള്. ഓക്കെ, ഇനി നമ്മള് അതിന്റെ മേലെ കയറിയിട്ട് ഇനി വേറെ എവിടെയുള്ള ഞാൻ അവിടെ മേലെയാണ്. അപ്പൊ നമുക്ക് വീണ്ടും ടാസ്ക് പിടിച്ച് അതിന്റെ മേലെ വീണ്ടും വലിഞ്ഞു കയറാൻ നമുക്ക് ഇവിടെ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് അങ്ങനെ അവിടെ നിന്ന് എടുക്കാം. ഇവിടത്താണ് കുറച്ചുകൂടി സുഖമായിട്ട് നമുക്ക് തോന്നണം. അപ്പൊ നമുക്ക് അതിൽ കയറാം. അപ്പൊ നമുക്ക് ഇതില് പോയിട്ട് അതെ അവിടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് ഈ വെള്ളത്തിൽ പോയി പ്രശ്നം അല്ല, വെള്ളമല്ലല്ലോ. എൻ്റെ കണ്ണ് ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ നിന്നിട്ട് എവിടേക്കാ തെറിച്ചു പോണ എൻ്റെ പൊന്നി. ലാൻഡ് ചെയ്യാൻ ബാഗ് വരെ വെച്ചിട്ടുണ്ട്, അതന്നെ കുഴപ്പമില്ല. അതേപോലത്തെ ഒരെണ്ണം കൂടി തുമ്പത്തന്നെ നിന്നിട്ട് നമ്മൾക്ക് പറന്ന് പോവാൻ വീണ്ടും പറന്നു. എൻ്റെ മോന്. ഇതും കൂടി പോയിട്ട് ഇവിടെ നിന്ന് നോക്കിയല്ലേ നമുക്ക്. അപ്പൊ അവിടെ എത്തുന്നോണ്ട് തന്നെ. അപ്പൊ നമുക്ക് ഇതും കൂടി തുറന്നിട്ടേക്ക് തോന്നി ഏറ്റവും അറ്റത്ത് നിക്കണം. കാരണം അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ പറന്നു പോന്നി. ഇവിടെ നിന്ന് അങ്ങനെ തെറ്റിയ ഇനി ഫുള്ളിതാ. ഓക്കെ, ഒരു ലൈറ്റ് ബൾബ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചാർജ് ചെയ്തിട്ട് വീണ്ടും അടിക്കാം. ഓക്കെ, നമ്മൾക്കിനി ഈ തുമ്പത്ത് നിൽക്കാം. എന്നിട്ട് എത്തി എൻ്റെ പൊന്നെ. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിൽ കൂടെ പോകണം ഇനി. ഓക്കെ, നമുക്കിനി ഏറ്റത്തിന് വീണ്ടും നിൽക്കാം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ആ സൈഡിലേക്ക് പോകണം. അതന്നെ. ഇവിടെ ഫുള്ള് ഇവിടുത്തെ ഉണ്ടാക്കിയ ആൾക്കാർ പിന്നെ ഇത് ഭയങ്കര മെഷർമെന്റ് ഒക്കെ മരിക്കി എടുത്തിട്ട് ചെയ്താണ്. അങ്ങനെ നമ്മള് 10 കീഷാട്ട് കണ്ടുപിടിച്ചേക്കാണ്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ നമ്മൾ ഇനി അടുത്ത പാർട്ടിൽ ഇടുന്നതാണ്. അപ്പൊ ബൈ.